ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സയൻസിലെ കെമിസ്ട്രിയും ബയോളജിയും നമ്മൾ ഇതിനകം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഫിസിക്സ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് 5ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠഭാഗമാണ്. പാഠത്തിൻ്റെ പേര് മാനത്തെ നിഴൽ കാഴ്ചകൾ എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചന്ദ്രൻ്റെ ചിത്രമൊക്കെ കാണാൻ കഴിയും അല്ലേ? സോ ആകാശത്തിലെ ചില അത്ഭുത പ്രതിഭാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രകാശപൂരിതമായ ലോകത്താണല്ലോ നാം ജീവിക്കുന്നത്. വെളിച്ചമില്ലാത്ത ലോകമൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ചുറ്റുമുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്ത അവസ്ഥ എത്ര പ്രയാസമേറിയതാണ്. വസ്തുക്കളെ എങ്കിലും അല്ലെങ്കിൽ വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം കൂടിയേ തീരൂ. അപ്പോൾ നമുക്ക് കാണാൻ പ്രകാശം നിർബന്ധമാണ്. അപ്പോൾ പ്രകാശത്തിനൊരു മാധ്യമം ആവശ്യമാണ് അല്ലേ? അപ്പോൾ വസ്തുക്കളെ കാണണമെങ്കിൽ പ്രകാശം കൂടിയേ തീരൂ. നമുക്ക് ചുറ്റും എന്തെല്ലാം മനോഹര കാഴ്ചകളാണുള്ളത്. മനം കവരുന്ന പ്രകൃതി ഭംഗിയും നിറങ്ങളാൽ മനോഹരമായ ഉദയാസ്തമയങ്ങളും ഏഴഴകുള്ള മഴവില്ലും എല്ലാം. വെളിച്ചമില്ലെങ്കിൽ ഇവ നമുക്ക് കാണാനാകുമോ? ചെറിയൊരു നോയ്സ് വരുന്നുണ്ട്. അടുത്ത് ചില കൺസ്ട്രക്ഷൻസ് വർക്ക് നടക്കുന്നുണ്ട്. ചെറിയൊരു നോയ്സ് വരുന്നുണ്ട്. സോ പരമാവധി അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം. ദെൻ പ്രഭാതങ്ങളെ ഏറെ സുന്ദരമാക്കി ഇലകൾക്കിടയിലൂടെ കടന്നു വരുന്ന സൂര്യകിരണങ്ങൾ ആരെയാണ് ആകർഷിപ്പിക്കാത്തത്? അപ്പോൾ പ്രകൃതി ഭംഗിയെക്കുറിച്ച് ഇങ്ങനെ പറയാണ്. കുട്ടികളല്ലേ, അപ്പോൾ അവരെ ഒന്ന് ക്ലാസ്സിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പുക നിറഞ്ഞ അടുക്കളയിൽ ഓടിൻ്റെ വിടവിലൂടെ സൂര്യവെളിച്ചം എത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ചിത്രം ഇവിടെ കണ്ടില്ലേ? കുറേ പൊടിപടലങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ കുറച്ച് സയൻറ്റിഫിക് തിയറീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വരുന്ന ക്ലാസ്സിൽ നമ്മൾ പറയും. വളവ് തിരിയുമ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പ്രകാശം റോഡിൽ നിന്ന് മാറിപ്പോകുന്നത് എന്തുകൊണ്ടാകും അല്ലേ? വളവ് തിരിഞ്ഞ് വരുന്ന സമയത്ത് വാഹനത്തിൽ നിന്ന് വരുന്ന പ്രകാശം അത് റോഡിൽ നിന്നും മാറി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രകാശത്തിൽ എന്തെല്ലാം സവിശേഷതയാണ് ഈ സന്ദർഭങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? അപ്പോൾ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. 3 കാർഡുകൾ ക്രമീകരിച്ച് ദൂരെയുള്ള മെഴുകുതിരി വെളിച്ചം കാണാൻ ശ്രമിക്കുന്ന അമ്മുവിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഇത് 3ഉം നേർരേഖയിൽ വെക്കുമ്പോൾ ഈ പ്രകാശം കാണാൻ കഴിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന സമയത്ത് പ്രകാശം കാണാൻ കഴിയില്ല. കട്ടിയുള്ള 3 കാർഡുകളിൽ ചിത്രങ്ങൾ കാണുന്നത് പോലെ സുഷിരങ്ങൾ ഉണ്ടാക്കൂ. കത്തുന്ന മെഴുകുതിരിയുടെ നാളം കാണുന്ന രീതിയിൽ കാർഡുകൾ ക്രമീകരിക്കൂ. എങ്ങനെ ക്രമീകരിക്കുമ്പോഴാണ് മെഴുകുതിരി നാളം കാണാൻ കഴിയുന്നത്? 3ഉം നേർരേഖയിൽ വരുമ്പോഴാണ് അല്ലേ? മധ്യത്തിലുള്ള കാർഡിൻ്റെ സ്ഥാനം ഒരല്പം മാറുമ്പോൾ മെഴുകുതിരി നാളം കാണാൻ കഴിയുന്നില്ല. സോ എന്താണ് ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് നേർരേഖയിൽ മാത്രം നമുക്ക് പ്രകാശത്തെ കാണാൻ കഴിയുന്നത്. ഈ പ്രകാശത്തെ കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായിട്ടുള്ള വസ്തുക്കളുണ്ട്. എല്ലാ വസ്തുക്കളിലൂടെയും പ്രകാശം കടന്നു പോകും? ഇല്ല. ഇവിടെ നോക്കൂ, ഗ്ലാസ് ഷീറ്റ് പ്രകാശം കടന്നു പോകും. തകരപാത്രത്തിലൂടെ പ്രകാശം കടന്നു പോകില്ല. എണ്ണ പുരട്ടിയ കടലാസിൽ പൂർണ്ണമായിട്ടും കടന്നു പോകില്ല അല്ലേ? ഉരച്ച ഗ്ലാസ്സിൽ കടന്നു പോകാൻ സാധാരണ ഗ്ലാസ് പോലെ അത്ര എളുപ്പമല്ല. കാർഡ്ബോർഡിലൂടെ ഒട്ടും കടന്നു പോകില്ല. മരക്കട്ടയിലൂടെ കടന്നു പോകില്ല. പന്തിലൂടെ കടന്നു പോകില്ല. ടോർച്ചിൻ്റെ ഗ്ലാസിൻ്റെ ഇടയിൽ കൂടി പ്രകാശം പോകും അല്ലേ? സോ ഇവിടെ ടോർച്ച് വേണമെന്ന് പറഞ്ഞത് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മാധ്യമം എന്ന നിലയിലാണ് കേട്ടോ ടോർച്ച്. അപ്പോൾ ടോർച്ച് ഉപയോഗിച്ച് ഭിത്തിയിൽ പ്രകാശം പതിപ്പിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ടോർച്ച് ഭിത്തിയിൽ അടിച്ചു നോക്കാനാണ്. എന്നിട്ട് അതിനിടയിൽ ഈ പറയപ്പെട്ട വസ്തുക്കളെല്ലാം ഒന്ന് വെച്ച് നോക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചിലത് പ്രകാശം കടത്തിവിടും, ചിലത് കുറച്ച് കടത്തിവിടും, ചിലത് തീരെ കടത്തിവിടില്ല. അപ്പോൾ പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടുന്ന വസ്തുക്കളെ കുറിച്ച് നമ്മൾ പറയുന്നു സുതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശത്തെ കടത്തിവിടാതെ തീരെ തന്നെ കടത്തിവിടാത്ത വസ്തുക്കളാണ്, ഒട്ടും പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാര്യ വസ്തുക്കൾ. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാര്യ വസ്തുക്കൾ. അപ്പോൾ പൂർണ്ണമായിട്ട് പ്രകാശത്തെ കടത്തിവിടുന്നത് സുതാര്യ വസ്തുക്കൾ, പ്രകാശത്തെ കടത്തിവിടാത്തത് അധാര്യ വസ്തുക്കൾ, പ്രകാശത്തെ ഭാഗികമായിട്ട് കടത്തിവിടുന്നത് അർദ്ധധാര്യ വസ്തുക്കൾ. അപ്പോൾ നമുക്ക് പരിചയമുള്ളതിനെ നമുക്ക് സുതാര്യം, അധാര്യം, അർദ്ധധാര്യം എന്ന രീതിയിലൊക്കെ ഒന്ന് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഖരപദാർത്ഥങ്ങളെല്ലാം അധാര്യ വസ്തുക്കളാണോ? എല്ലാ ഖരപദാർത്ഥങ്ങളും അധാര്യ വസ്തുക്കളല്ല അല്ലേ? അതിലും സുതാര്യമായിട്ടുള്ളതുണ്ട്. സുതാര്യങ്ങളായിട്ടുള്ള ദ്രാവകങ്ങളുണ്ടോ? ഉണ്ട്.
അധാര്യമായിട്ടുള്ള ദ്രാവകങ്ങളുണ്ടോ? ഉണ്ട്. ദ്രാവകങ്ങളിൽ അർദ്ധധാര്യമുണ്ടോ? ഉണ്ട്, അല്ലേ? വാതകങ്ങൾ പൊതുവെ സുതാര്യമാണ്, അല്ലേ? ഇതിലേക്കൊക്കെ നമ്മൾ വരും. ജലം സുതാര്യ ദ്രാവകമാണെന്ന് അറിയാലോ. വെള്ളത്തിലൂടെ പ്രകാശം കടന്നു പോകുന്നതാണല്ലോ. ആ ടേം പഠിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയാണ്, 5ാം ക്ലാസ് വളരെ ബേസ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ചില ടേംസ് ആണ്. ചില ടേംസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ജലം സുതാര്യ ദ്രാവകമാണ്, അല്ലേ? ജലത്തെ അധാര്യമാക്കാൻ എന്തെല്ലാം മാർഗം നമുക്ക് സ്വീകരിക്കാൻ കഴിയും? ജലത്തിൽ നമ്മളിപ്പോൾ ഉജാല ഒന്ന് കലർത്തി നോക്കൂ, ജലം അധാര്യ വസ്തുക്കളായിട്ട് മാറും, അല്ലേ? നിത്യജീവിതത്തിൽ വസ്തുക്കളുടെ അധാര്യതയും സുതാര്യതയും എപ്രകാരമാണ് നാം പ്രയോജനപ്പെടുത്തുന്നത്? അപ്പോൾ സുതാര്യ വസ്തുക്കൾ കൊണ്ടും അധാര്യ വസ്തുക്കൾ കൊണ്ടും നമുക്ക് ഉപയോഗമുണ്ട്, അല്ലേ? വായു, ചില്ല് ഇതൊക്കെ സുതാര്യ വസ്തുക്കളാണ്. സുതാര്യ വസ്തുക്കളാണ്. ഖരപദാർത്ഥങ്ങൾ എല്ലാം സുതാര്യമല്ല. ചിലത് അധാര്യവും ചിലത് സുതാര്യവുമാണ്. എല്ലാം സുതാര്യമായിരുന്നുവെങ്കിലോ എന്താകും സംഭവിച്ചേനെ? നമ്മുടെ വീടിൻ്റെ മതില് അത് സുതാര്യമാണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കിടക്കാൻ കഴിയില്ല. അതേപോലെ ചില്ലെല്ലാം അധാര്യമാണ് എങ്കിൽ നമുക്ക് കണ്ണാടിയും കണ്ണടകളും ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. അധാര്യ വസ്തുക്കളുടെ ഉപയോഗവും ആവശ്യകതയും നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് കുട്ടികളോട് സെമിനാർ കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അതിനെക്കുറിച്ച് അധികം പോകേണ്ട ആവശ്യമില്ല. ഇനി നിഴലുകൾ. അധാര്യ വസ്തുക്കൾ നിത്യജീവിതത്തിൽ എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അധാര്യ വസ്തുക്കൾക്ക് നിഴൽ ഉണ്ടാക്കാൻ കഴിയും. അപ്പം അധാര്യ വസ്തുക്കൾക്കാണ് നിഴലുണ്ടാക്കാൻ കഴിയുക, അല്ലേ? ഒരു വസ്തു പ്രകാശത്തെ കടത്തി വിടാതിരിക്കുന്ന സമയത്താണ് നിഴൽ വരുന്നത്. പ്രകാശത്തെ കടത്തി വിടുകയാണെങ്കിൽ അവിടെ നിഴൽ വരില്ല. അപ്പം നിഴലിനെ സൃഷ്ടിക്കുന്നത് അധാര്യ വസ്തുക്കളാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നിഴൽ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കുറച്ച് കുട്ടികൾക്ക് ചെയ്യാൻ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രാവിൻ്റെ ചിത്രം, ജോമെട്രി രൂപങ്ങളെല്ലാം കൊടുത്തിട്ട് നിഴലുകൾ നിർമ്മിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. നമുക്കതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നിഴൽ ഉപയോഗിച്ച് നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? ദെൻ ആകാശഗോളങ്ങൾക്കും നിഴലുകൾ. അപ്പോൾ നമ്മളിവിടെ ചെറിയ കാര്യം, ഇതൊക്കെ നിഴൽ പാവക്കുത്താണ്. നിഴലുകളുടെ സഹായത്തോടെ നടത്തുന്ന ഒരു കലാരൂപമാണ്. ഇനി ആകാശങ്ങൾക്കും നിഴലുകളുണ്ട്. ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നത് നോക്കൂ. പ്രകാശം പതിക്കുന്ന ഭാഗത്ത് പകലാണെന്ന് നമുക്കറിയാം. എന്നാൽ രാത്രി എന്താണെന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ സൂര്യൻ നിൽക്കുകയാണ്. അപ്പോൾ സൂര്യന് പ്രകാശം കിട്ടുന്ന ഭാഗം ഇത് പകലാണ്, പ്രകാശം കിട്ടാത്ത ഭാഗം രാത്രിയാണ്. അപ്പോൾ ഭൂമി ഒരു അധാര്യ വസ്തു ആയതുകൊണ്ടല്ലേ ഇത് സംഭവിക്കുക, അല്ലേ? ഭൂമി പ്രകാശത്തെ കടത്തി വിടുകയാണെങ്കിൽ ഇവിടെ രാത്രിയൊന്നും ഉണ്ടാവില്ല, എപ്പോഴും പ്രകാശം മാത്രമായിരിക്കും, അല്ലേ? അപ്പോൾ രാത്രിയിലെ ഇരുട്ടിന്റെ കാരണം ഭൂമി പ്രകാശത്തെ തടയുന്നത് കൊണ്ടാണ്, അല്ലേ? ഭൂമി പ്രകാശത്തെ തടയുന്നത് കൊണ്ടാണ് ഇവിടെ രാത്രി ഉണ്ടാകുന്നത്. അധാര്യ വസ്തുക്കൾക്ക് നിഴൽ രൂപപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മൾ കണ്ടെത്തി. ഭൂമി ഒരു സുതാര്യ വസ്തു ആയിരുന്നെങ്കിൽ ആ നിഴൽ ഉണ്ടാവില്ല, അല്ലെ? രാത്രി നമുക്കുണ്ടാവില്ല. അപ്പോൾ ഭൂമി ഒരു അധാര്യ വസ്തു ആയതുകൊണ്ടാണ് നമുക്ക് രാത്രി ഉണ്ടാകുന്നത്. ഇനി സൂര്യനെ വലം വെക്കുന്ന ചില ആകാശഗോളങ്ങളുടെ നിഴൽ പാതകൾ കണ്ടില്ലേ? ഇവിടെ ഭൂമിയുണ്ട്, ഇവിടെ സൂര്യനുണ്ട്, ദെൻ പല ഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ സൂര്യനെ വലം വെക്കുന്ന ഗ്രഹങ്ങളുടെ എല്ലാ നിഴലുകൾ കണ്ടില്ലേ? കണ്ടോ? സൂര്യപ്രകാശം അടിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ നിഴലുകളെല്ലാം കാണുന്നത്, അല്ലേ? സൂര്യനെ വലം വെക്കുന്ന ചില ആകാശഗോളങ്ങളുടെ നിഴൽപാതകൾ കണ്ടില്ലേ? ഈ നിഴൽപാത എപ്പോഴും പ്രകാശ സ്രോതസ്സായ സൂര്യന് എതിർദിശയിലായിരിക്കും. അപ്പോൾ നിഴൽ വരുന്നത് പ്രകാശ സ്രോതസ്സിന് എതിർദിശയിലായിരിക്കും. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഫാക്റ്റ് ആണ് കേട്ടോ. അപൂർവമായ ഒരു ആകാശഗോളത്തിൻ്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കാൻ ഇടയാകാറുണ്ട്. അഥവാ ശുക്രനും ബുധനും നേർരേഖയിൽ വരികയാണ്. ശുക്രൻ ഇവിടെ വരികയാണെന്ന് വെച്ചോ. ഈ നിഴലിന് കുറച്ചുകൂടി നീളമുണ്ട് എങ്കിൽ ഈ നിഴൽ എന്ത് ചെയ്യും? നേരെ ശുക്രന്റെ പുറത്ത് പതിക്കും. അതാ പറയുന്നത്, അപൂർവമായി ഒരു ആകാശഗോളത്തിന്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിൽ പതിക്കാൻ ഇടയാകാറുണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു വരുന്നത് സൂര്യഗ്രഹണത്തെ കുറിച്ചാണ്. അപ്പോൾ ഒരു ആകാശഗോളത്തിന്റെ നിഴൽ മറ്റൊരു ആകാശഗോളത്തിലേക്ക് പതിക്കുന്ന സമയത്താണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രന്റെ നിഴൽ പാതയിൽ വരും. അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിക്കുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് സൂര്യഗ്രഹണം. അപ്പോൾ സൂര്യഗ്രഹണം ഉണ്ടാകണമെങ്കിൽ ഇതാ ഇവിടെ സൂര്യൻ നിൽക്കുന്നു, ദെൻ ഇവിടെ ചന്ദ്രൻ വരണം,
ദെൻ ഭൂമി, SME. ഈ ഓർഡറിൽ വരുന്ന സമയത്താണ് സൂര്യഗ്രഹണം വരുന്നത്. അപ്പോൾ സൂര്യഗ്രഹണമാണ് എങ്കിൽ നടുക്ക് ചന്ദ്രനാണ് വരേണ്ടത് കേട്ടോ. നടുക്ക് ചന്ദ്രൻ വരുമ്പോഴാണ് സൂര്യഗ്രഹണം. കാരണം സൂര്യനെ ഗ്രഹിക്കുകയാണ് ചന്ദ്രൻ, അതുകൊണ്ട് സൂര്യനെ ഭൂമിയിൽ കാണാൻ കഴിയുന്നില്ല. ഇവിടെ നോക്കൂ, സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വന്നു. ചന്ദ്രൻ വരുന്ന സമയത്ത് ചന്ദ്രന്റെ നിഴല് ഭൂമിയിലെ ഇത്രയും ഭാഗങ്ങളിൽ പതിച്ചു, കണ്ടോ, ഈ ഭാഗങ്ങളിൽ പതിച്ചു. അപ്പോൾ ഇവിടെ ഇരുട്ടായില്ലേ. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ നോക്കുമ്പോൾ അവർ കാണുന്നത് ചന്ദ്രനെയാണ്. അവർക്ക് എന്തിനെ കാണാൻ കഴിയുന്നില്ല? സൂര്യനെ കാണാൻ കഴിയുന്നില്ല. ചുറ്റുമുള്ള ഭാഗത്ത് നോക്കിയേ, ചുറ്റുമുള്ള ഭാഗത്തെല്ലാം പകലാണ്. ഇത്രയും ഭാഗത്ത് പകൽ ഉണ്ടാകേണ്ട സമയത്ത് തന്നെ സൂര്യൻ മറയുന്ന ഒരു അവസ്ഥ വന്നു. അതാണ് സൂര്യഗ്രഹണം. അപ്പൊ രാത്രി പോലുള്ള ഇരുട്ടുണ്ടാവുമെന്നല്ല, ഒന്ന് പ്രകാശം മങ്ങും എന്നതിൻ്റെ അർത്ഥമുള്ളൂ. മനസ്സിലായോ? ഇതാണ് സൂര്യഗ്രഹണം എന്ന പ്രതിഭാസം. നിങ്ങൾ ഓർക്കേണ്ടത്, സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു. സൂര്യഗ്രഹണമാണ് എങ്കിൽ നടുക്ക് വരുന്നത് ചന്ദ്രനായിരിക്കും, ചന്ദ്രഗ്രഹണമാണെങ്കിൽ നടുക്ക് വരുന്നത് സൂര്യനായിരിക്കും. അപ്പൊ ഏത് ഗ്രഹണമാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ് മിഡിലേക്ക് വരുന്നത്. നമ്മുടെ പാവം ഭൂമി ഇങ്ങ് അറ്റത്താണ് വരുന്നത്, അല്ലെ? ഭൂമിയാണ് ഇതിനെല്ലാം വിധേയമാകേണ്ടത്. അപ്പോൾ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരേഖയിൽ, അപ്പോൾ വരേണ്ട രേഖ നേർരേഖയാണ്. അപ്പൊ ചന്ദ്രന്റെ നിഴൽപാതയിൽ ഭൂമി വരുന്നു. ചന്ദ്രന്റെ നിഴൽപാതയിൽ ഭൂമി വരണമെങ്കിൽ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരണം. അപ്പോൾ ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. നിഴൽ പതിയുന്ന പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയുടെ പകുതി ഭാഗം മുഴുവനും ചന്ദ്രനിഴലിൽ പതിയുന്നുണ്ടോ? ഇല്ല. ഈ പകുതിയിൽ മുഴുവനുമല്ല, കുറച്ച് ഭാഗത്താണ്. അപ്പോൾ ഭൂമിയിൽ ഏത് ഭാഗത്ത് നോക്കുമ്പോഴാണ് ചന്ദ്രൻ സൂര്യനെ മറക്കുന്നതായിട്ട് കാണുന്നത്? ഈ ഭാഗത്തു നിന്നുള്ള ആളുകൾക്കാണ് ചന്ദ്രൻ ഭൂമിയെ മറക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ സൂര്യഗ്രഹണം എപ്പോഴാണ് ദൃശ്യമാകുന്നത്? പകൽ സമയത്താണ്, അല്ലേ? പകൽ സമയത്താണ് സൂര്യഗ്രഹണം സംഭവിക്കുക. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് പകൽ സമയത്താണ്. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ സമാന്തര രശ്മികൾ പുറപ്പെടുവിക്കുന്ന പ്രകാശ സ്രോതസ്സും വ്യത്യസ്ത വലുപ്പമുള്ള പന്തുകളും ഉപയോഗിച്ച് നമുക്ക് സൂര്യഗ്രഹണം ക്ലാസ്സിൽ ചെയ്യാൻ കുട്ടികളോട് പറയുന്നുണ്ട്. നമുക്ക് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല വലിയ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യം നമുക്ക് തൽക്കാലം ഇല്ല. ഇനി പല വിധത്തിലുള്ള സൂര്യഗ്രഹണങ്ങളുണ്ട്. വിവിധ രീതികളിൽ ദൃശ്യമാകുന്ന സൂര്യഗ്രഹണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പൂർണ്ണ സൂര്യഗ്രഹണം ഇല്ലേ? ചന്ദ്രന്റെ നിഴലിൽ വന്ന് സൂര്യനെ പൂർണ്ണമായിട്ട് മറച്ചു, അതാണ് പൂർണ്ണ സൂര്യഗ്രഹണം. ഇനി വലയ സൂര്യഗ്രഹണം, സൂര്യനെ ഒരു വലയം പോലെ കാണുന്നു, കണ്ടോ, ഒരു വലയം പോലെ കാണുന്നു. ഇനി ഭാഗിക സൂര്യഗ്രഹണം, സൂര്യന്റെ പകുതി ഭാഗം കാണുന്നു. ഇത് ഇത്രയും ചന്ദ്രന്റെ നിഴലാണ്. മനസ്സിലായോ? അപ്പോൾ പൂർണ്ണമായിട്ട് മറക്കുകയാണെങ്കിൽ പൂർണ്ണ സൂര്യഗ്രഹണം. നമ്മുടെ സൂര്യനെ ഒരു വലയ രൂപത്തിൽ കാണുകയാണെങ്കിൽ ഈ നടുക്ക് കാണുന്ന കറുത്ത ഗോളം ചന്ദ്രന്റെ നിഴലാണ്. അപ്പോൾ ഒരു വലയം പോലെ മാത്രം സൂര്യനെ കാണുകയാണെങ്കിൽ അത് വലയ സൂര്യഗ്രഹണം. ഒരു ചെറിയ ഭാഗം മാത്രമാണ് മറക്കുന്നതെങ്കിൽ ഭാഗിക സൂര്യഗ്രഹണം. ഇനി നമുക്ക് ചന്ദ്രഗ്രഹണത്തിലേക്ക് വരാം. അപ്പൊ ചന്ദ്രഗ്രഹണം ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, ചന്ദ്രഗ്രഹണം ആകുമ്പോൾ ആരായിരിക്കും മറക്കുക? ചന്ദ്രനെ സൂര്യനായിരിക്കും മറക്കുക, അല്ലെ? സൂര്യഗ്രഹണം എങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയുടെ സ്ഥാനം നേർരേഖയിൽ വന്നാൽ എന്താണ് സംഭവിക്കുക? അഥവാ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ വരുന്നു. ആ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ മറയുന്നത് ചന്ദ്രനാണ് കേട്ടോ. സോറി, ഇവിടെ ഭൂമിയാണ് മധ്യത്തിൽ വരുന്നത് കേട്ടോ, ചന്ദ്രനല്ല, ഭൂമിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ നേരെ തിരുത്തുണ്ട്, ഭൂമിയാണ് നടുക്ക് വരുന്നത്. അപ്പോൾ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണമാണെങ്കിൽ ആദ്യം സൂര്യൻ വരുന്നു, രണ്ടാമത് ഭൂമി വരുന്നു, SE, ദെൻ മൂൺ വരുന്നു. അപ്പൊ ചന്ദ്രഗ്രഹണമാണെങ്കിൽ സെം ആണ്, സെം. സൂര്യഗ്രഹണമാണ് എങ്കിൽ SME ആണ്. സൂര്യൻ എപ്പോഴും ആദ്യം തന്നെ ഉണ്ടാവും, ചന്ദ്രനും ഭൂമിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, സൂര്യന്റെ പ്രകാശം ഇങ്ങോട്ടേക്ക് വിടുകയാണ്. അപ്പോൾ ഭൂമിയിൽ സൂര്യന്റെ പ്രകാശം തട്ടുന്നു. അപ്പോൾ നിഴൽ ഇങ്ങോട്ട് വേഗിലോട്ട് പോകുന്നു. ആ വശത്തായിരുന്നു ചന്ദ്രൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ചന്ദ്രന്റെ പുറത്തേക്ക് ഈ ഒരു നിഴൽ വീഴുന്നു. അപ്പോൾ ചന്ദ്രൻ അങ്ങ് മറഞ്ഞു പോകുന്നു. അപ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയില്ല. രാത്രിയാണല്ലോ ചന്ദ്രനെ കാണുക, രാത്രിയാണ് ചന്ദ്രനെ കാണുന്നത്. അപ്പോൾ ഈ പ്രദേശത്തിലുള്ള ആളുകൾ നോക്കുമ്പോൾ ചന്ദ്രനെ കാണാൻ കഴിയില്ല. കാരണം ചന്ദ്രന്റെ പ്രകാശത്തിന്റെ മേല് നമ്മുടെ ഭൂമിയുടെ നിഴൽ വന്ന് പതിക്കുകയാണ് കേട്ടോ. ഈ ഓർഡർ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അല്ല, സൂര്യൻ, ഭൂമി, ചന്ദ്രൻ, ഇതാണ് ഓർഡർ. സെം എന്ന് ഓർക്കുക കേട്ടോ, സെം. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഭൂമിയുടെ നിഴലിൽ ചന്ദ്രനിലേക്ക് പതിക്കുന്നു. അപ്പൊ രാത്രിയാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുക, അല്ലെ? അപ്പൊ ഇവിടെയുള്ള ആളുകൾക്കാണ് ചന്ദ്രഗ്രഹണം ഫീൽ ചെയ്യുക. അപ്പൊ ഇവിടെയുള്ള ആളുകൾ നോക്കുന്ന സമയത്ത് ചന്ദ്രനെ കാണുന്നില്ല. ചന്ദ്രഗ്രഹണം നടക്കുന്നത് രാത്രിയിലാണ്. ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമി, ചന്ദ്രൻ, സൂര്യൻ എന്നിവയുടെ സ്ഥാനങ്ങൾ നേർരേഖയിൽ വരും, അല്ലെ? നേർരേഖയിലാണ് വരുന്നത്.
ഓക്കെ അല്ലേ? അപ്പോൾ ചന്ദ്രൻ സഞ്ചരിക്കുന്ന പാതയാണ് പറഞ്ഞത്. ചന്ദ്രൻ ഇങ്ങനെ സഞ്ചരിച്ച് ഇവിടെ വരുന്ന സമയത്താണ് ഗ്രഹണം നടക്കുക അല്ലേ? നേർരേഖയിൽ വരുന്ന സമയത്താണ് ഗ്രഹണം നടക്കുന്നത്, ചന്ദ്രഗ്രഹണം നടക്കുന്നത്. എന്തായാലും ഇവിടെ കുറേ പ്രസ്താവന തന്നിട്ടുണ്ട്, നോക്കി വയ്ക്കുക. സുതാര്യ വസ്തുക്കൾ നിഴൽ ഉണ്ടാക്കുന്നില്ല. ശരിയാണ്, സുതാര്യ വസ്തുക്കൾ നിഴൽ ഉണ്ടാക്കില്ല. അതാര്യ വസ്തുക്കളാണ് നിഴൽ ഉണ്ടാക്കുന്നത് അല്ലേ? പ്രകാശത്തെ കടത്തിവിടുന്ന വസ്തുക്കളാണ് നിഴൽ ഉണ്ടാക്കുക. ആകാശഗോളങ്ങളായ ഭൂമിയും ചന്ദ്രനും അതാര്യ വസ്തുക്കളാണ്. കറക്റ്റാണ്. പ്രകാശത്തെ കടത്തിവിടില്ലല്ലോ രണ്ടുപേരും. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നത് ചന്ദ്രഗ്രഹണ സമയത്താണ്. കറക്റ്റാണ്. ഭൂമിയുടെ നിഴൽ വന്ന് ചന്ദ്രൻ മറയുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ആകുന്നത്. ഇനി ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്. അതും കറക്റ്റാണ്. ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുക. അപ്പം ഇത് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ സൂര്യഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും ശരിയല്ല. ഇതൊന്നും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഒരു പ്രകൃതി പ്രതിഭാസമാണ്. ഭൂമിയിൽ മാത്രമല്ല, ആകാശഗോളങ്ങളിലും ഇങ്ങനെ ഗ്രഹങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഭൂമിയിലായതുകൊണ്ട് നമ്മൾ ഭൂമിയിലെ കാര്യം മാത്രമേ അറിയുന്നുള്ളൂ. ഗ്രഹണ നിരീക്ഷണം. ചന്ദ്രഗ്രഹണ സമയത്ത് പൂർണ്ണചന്ദ്രനിൽ പതിക്കുന്ന ഭൂമിയുടെ നിഴൽ നിങ്ങൾക്ക് മനോഹരമായ കാഴ്ചയാണ് നൽകുക. ചന്ദ്രൻ ഭൂനിഴൽ മറയുന്ന ആകാശ കാഴ്ച ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ ശ്രമിക്കുക, നമുക്കത് നിരീക്ഷിക്കാൻ കഴിയുമെന്നൊക്കെ പറയാം. അപ്പോൾ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. എന്നാൽ സൂര്യഗ്രഹണത്തെ ഫലപ്രദമായ സുരക്ഷാ മാർഗങ്ങളിലൂടെ മാത്രമേ നിരീക്ഷിക്കാവൂ. ചന്ദ്രഗ്രഹണം നമുക്ക് നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ സൂര്യഗ്രഹണം നഗ്ന നേത്രം കൊണ്ടൊന്നും നോക്കരുത്. സുരക്ഷാ മാർഗങ്ങളിലൂടെ നോക്കാൻ കഴിയും. സൂര്യ ഫിൽട്ടറുകൾ ഉപയോഗിച്ചോ പ്രതിപതന രീതിയോ പ്രക്ഷേപണ രീതിയോ ഉപയോഗിച്ചോ സുരക്ഷിത മാർഗങ്ങളിലൂടെ മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാവൂ. അപ്പോൾ സൂര്യഗ്രഹണം നമ്മുടെ നഗ്നമായിട്ടുള്ള നേത്രങ്ങൾ കൊണ്ട് നോക്കരുത്. സുരക്ഷാ മാർഗങ്ങൾ അത് ഏതൊക്കെയാണ്? സൂര്യ ഫിൽട്ടറുകൾ, പ്രതിപതന രീതി, പ്രക്ഷേപണ രീതി. ആ രീതികളിലൂടെയാണ് ഇവിടെ കുട്ടികൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. കണ്ടില്ലേ, ബൈനോക്കുലർ വെച്ചിട്ട് അവിടെ നിന്ന് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ അവർക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഗ്രഹണം എങ്ങനെയാണ് നടക്കുന്നത്. ഇവിടെയും കുട്ടികൾ കണ്ടില്ലേ, പ്രകാശം ഇങ്ങോട്ട് പ്രതിഫലിപ്പിച്ചാണ് മനസ്സിലാക്കാൻ നോക്കുന്നത്. അപ്പോൾ സൂര്യഗ്രഹണം സുരക്ഷിത മാർഗത്തിലൂടെ നിരീക്ഷിക്കുന്ന കുറേ ഉപകരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സുരക്ഷിത മാർഗങ്ങളിലൂടെ അല്ലാതെ സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്നത് കണ്ണിന് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ടെലിസ്കോപ്പ്, ബൈനോക്കുലർ എന്നീ ഉപകരണത്തിലൂടെ എന്ത് ചെയ്യരുത്? സൂര്യനെ നേരിട്ട് നോക്കരുത് കേട്ടോ. നോക്കണമെന്നല്ല, നോക്കരുത്. ടെലിസ്കോപ്പ്, ബൈനോക്കുലർ എന്നീ ഉപകരണത്തിലൂടെ സൂര്യനെ നേരിട്ട് നോക്കാൻ പാടില്ല കേട്ടോ. കാരണം അത് കണ്ണിന് ദോഷം ചെയ്യും. മുതിർന്നവരുടെ സഹായത്തോടെ മാത്രമേ നിരീക്ഷണം നടത്താവൂ. അപ്പോൾ ഒരു കുഞ്ഞ് ചാപ്റ്ററാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് ഫിസിക്സിലെ. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിലെ സംഗ്രഹം കൂടി പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വിൻസ്പയറിൽ വളരെ ക്വാളിറ്റിയുള്ള നല്ല കണ്ടന്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇത്രയും നല്ല കണ്ടന്റുകൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനലിനെ പരമാവധി പബ്ലിഷ് ചെയ്യാൻ, ഇതിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. കൂടുതൽ ആളുകളിലേക്ക് എത്തുക. വ്യൂവേഴ്സ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കണ്ടന്റും വർദ്ധിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിയിലെത്താൻ ഇതൊരു കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സോ സംഗ്രഹം കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. വസ്തുക്കൾ സുതാര്യം, അതാര്യം, അർത്ഥധാര്യം എന്ന് തരംതിരിച്ച് പഠിച്ചു. അതാര്യ വസ്തുക്കളുടെയും സുതാര്യ വസ്തുക്കളുടെയും പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എങ്ങനെ നടക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോഴെല്ലാം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി അവരുടെ സ്ഥാനം നമ്മൾ പഠിച്ചു. ഗ്രഹണങ്ങളെ ഭയക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പഠിച്ചു. സുരക്ഷാ മാർഗങ്ങളിലൂടെ സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ കഴിയുമെന്ന് നമ്മൾ പഠിച്ചു. ഗ്രഹണവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്യാനും കുട്ടികളോട് നിർദ്ദേശിച്ചു. നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഞാനിവിടെ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതൊരു കുഞ്ഞു ക്ലാസ്സാണ്. കൂടുതൽ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.